അപ്പോൾ നമ്മളിത് ജസ്റ്റ് അഴിച്ചു, രണ്ട് സൈഡും അഴിച്ചു. ഇതിൻ്റെ പ്രശ്നം പറ്റിയിരിക്കുന്നത് ഈ ബെയറിങ്ങാണ് ഡാമേജ് ആയത്. ഡാമേജ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് ആണ്. അപ്പോൾ വെള്ളം കയറിയത് മൊത്തം അത്യാവശ്യം അലുമിനിയം ക്ലാവ് പിടിച്ചിട്ട് ദ്രവിച്ചു പോകേണ്ട ലെവലിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ മറ്റേ സൈഡാണെങ്കിലും ഈ സൈഡാണെങ്കിലും വെള്ളം കയറി തുരുമ്പിൻ്റെ ആ ഒരു അവസ്ഥ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അത് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. എന്നിട്ട് മോട്ടറിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റസ്റ്റ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം ക്ലീൻ ചെയ്ത് വാർണിഷ് സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ സെയിം തന്നെയാണ് മാഗ്നറ്റ് ഇപ്പോൾ ഏകദേശം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക റസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ പൊടിയാണ്, മാഗ്നറ്റിൻ്റെ പൊടിയാണ്, അതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ജസ്റ്റ് ഒരു കോട്ടിങ് പോലെ പെയിൻറ്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ഒരുപാട് കട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ റോട്ടറും സ്റ്റാർട്ടറും കൂടി കയറി സ്റ്റക്കാവും. ചെറിയ രീതിയിൽ അത് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ബെയറിംഗ് നമ്പർ വന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കി കാണാൻ പറ്റുന്നുണ്ടാവും, 6204 എന്നുള്ള ബെയറിംഗ് ആണ്. ഇതിപ്പോൾ SF എന്നുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ SKF അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വാങ്ങിയിടണം.